ഹായ്, മിലിയ ആർട്ട് ആൻഡ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാലകളുടെയും കമ്മലിൻ്റെയും വളകളുടെയൊക്കെ ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും ഈ ഒരു കളക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൾട്ടി ലെയേർഡ് കാശുമാലയാണ്. ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ബീഡ്സിൻ്റെ വർക്ക്, അതിൽ അങ്ങിങ്ങായിട്ട് ഗോൾഡ് പ്ലേറ്റഡ് കോയിൻസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 കളർ ഷെയ്ഡ് ഉണ്ട്. ഫസ്റ്റ് വൺ വൈറ്റ് ബീഡ്സ്, സെക്കൻഡ് വൺ ഈ ഒരു റെഡ് ബീഡ്സ് കൊണ്ടുള്ള ചെയിനിലാണ് കോയിൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ ഇതും ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു കാശുമാലയാണ്. മുമ്പത്തേതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമാണ് പാറ്റേണിൽ വന്നിട്ടുള്ളൂ. ഗോൾഡൻ ബീഡ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു മൾട്ടി കളർഡ്, അതായത് ബ്ലാക്ക്, മെറൂൺ ആൻഡ് ഗ്രീൻ ബീഡ്സിൻ്റെ ഡബിൾ ലെയേർഡ് ചെയിനിൽ നല്ല ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ പെൻഡൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പെൻഡൻറ്റിൻ്റെ താഴെ ഭാഗത്ത് ഗോൾഡൻ ബീഡ്സ് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ ത്രൂ ഔട്ട് വൈറ്റ്, റൂബി റെഡ് ആൻഡ് എമറാൾഡ് ഗ്രീൻ AD സ്റ്റോൺസിൻ്റെ വർക്കും വന്നിട്ടുണ്ട്. ഇത് ഒരു അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള മൾട്ടി ലെയേർഡ് ബീഡ്സ് ചെയിനാണ്. ചെയിനിൻ്റെ 2 അറ്റത്തും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 സ്റ്റഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോണിൻ്റെ വർക്കും വന്നിട്ടുണ്ട്. ചെയിൻ വരുന്നത് വൈറ്റ് ബീഡ്സ് കൊണ്ടുള്ള 3 ലെയേർഡ് ചെയിനാണ്. അടുത്തത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഫറെൻറ്റ് പാലക്ക മോഡൽസിൽ വന്നിട്ടുള്ള മാലകളാണ്. ഫസ്റ്റ് വൺ ഇതാണ്. ഒരു മൾട്ടി ലെയേർഡ് പോലെ തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ഡിസൈനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിൽ ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗോൾഡ് പ്ലേറ്റഡ് ത്രെഡ് ചെയിനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വലിപ്പത്തിൽ വരുന്ന ഒരു പാലക്ക പെൻഡൻ്റ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ചെറിയൊരു വീതിയിൽ വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ചെയിനിൽ പാലക്ക പെൻഡൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പെൻഡൻറ്റിൻ്റെ ഡിസൈൻ യൂഷ്വലി കാണാറുള്ള പാലക്ക ലോക്കറ്റ്സിൽ നിന്നും ചെറിയൊരു വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് ഇത്. ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ പാലക്ക മോഡൽ മാല. വീതി കുറഞ്ഞൊരു ഗോൾഡ് പ്ലേറ്റഡ് ത്രെഡ് ചെയിനിലേക്ക് വളരെ ചെറിയൊരു പാലക്ക പെൻഡൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പെൻഡൻറ്റിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോൺസിൻ്റെ കോമ്പിനേഷൻ. അടുത്തത് കുറച്ച് ഇയർ സ്റ്റഡ്സിൻ്റെ കളക്ഷനാണ്. ആദ്യം തന്നെ ഈ ഒരു പാറ്റേൺ ആണ്. ഇത് തീരെ ചെറിയ സിംഗിൾ സ്റ്റോണിൻ്റെ വർക്ക് വന്നിട്ടുള്ള ഇയർ സ്റ്റഡ്സ് ആണ്. ഇത് ഇയർ സ്റ്റഡോ സെക്കൻഡ് സ്റ്റഡോ നോസ്പിന്നോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കുറച്ചധികം കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. റെഡിൻ്റെ തന്നെ ഒരു 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ട്. ബ്ലൂ ഉണ്ട്, എമറാൾഡ് ഗ്രീൻ ഉണ്ട്, പിങ്ക്, ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഒക്കെ വർക്ക് വന്നിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആ ഒരു കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും. സെക്കൻഡ് വൺ ഈ ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള ഇയർ സ്റ്റഡ്സ് ആണ്. ഇതിൽ ത്രൂ ഔട്ട് AD സ്റ്റോൺസിൻ്റെ വർക്കാണ് വരുന്നത്. 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റൂബി റെഡ് സ്റ്റോൺ വരുന്നത്, സെക്കൻഡ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് തേർഡ് വൺ എമറാൾഡ് ഗ്രീൻ സ്റ്റോൺസ് വന്നിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ഇയർ സ്റ്റഡ് ആണ്. ഇത് നമ്മൾ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഒരു കുറച്ച് വലുപ്പത്തിലുള്ള ഒരു സിംഗിൾ ബീഡും അതിന് ചുറ്റും ഗോൾഡ് പ്ലേറ്റഡ് റിങ്ങും ആണ് വന്നിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ വൈറ്റ് ബീഡ് വരുന്നത്, സെക്കൻഡ് ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് തേർഡ് വൺ ഈ ഒരു ടൈപ്പ് ഓഫ് റെഡ് ഷെയ്ഡ്. നെക്സ്റ്റ് വളകളാണ്. ഇതെല്ലാം പഞ്ചലോഹ വളകളാണ്. 2-3 ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വന്നിട്ടുള്ള പഞ്ചലോഹ വളകളാണ് ഇതൊക്കെ. ഇതിലൊന്നും തന്നെ സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓരോന്നിലും ഡിഫറെൻറ്റ് ഡിസൈൻസിൽ ആ ഒരു സെൽഫ് ഡിസൈനിൽ വന്നിരിക്കുന്ന വ്യത്യാസം മാത്രമേ ഓരോന്നിലും വരുന്നുള്ളൂ. നമ്മൾ പഞ്ചലോഹ വളകളുടെയും മോതിരത്തിൻ്റെയൊക്കെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ ഈ പഞ്ചലോഹത്തിൽ വരുന്ന ഓർണമെൻറ്റ്സിന് ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറിയുടെ അത്രയും ആ ഒരു ഷെയ്ഡ് ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. കുറച്ചൊരു ഡൾ ഷെയ്ഡിലാവും എപ്പോഴും വന്നിട്ടുണ്ടാവുക. ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന വളകളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് 9074618360 എന്നുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും മിലിയ ഫാഷൻ എന്നുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും ഓർഡേഴ്സിനും കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
ഇനി നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത് റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഈ 2 കേസസിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കാറുള്ളൂ. പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ പ്ലേസ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്റ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൺപാക്കിംഗ് ഓർ അൺബോക്സിങ് വീഡിയോ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള അൺപാക്കിംഗ് വീഡിയോ ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.